അപ്പോൾ ഇതുപോലത്തെ കുറേ പരിപാടികളായിട്ട് നമ്മുടെ പുതിയ അണ്ണന്മാരും അണ്ണികളും ഇറങ്ങിയിട്ടുണ്ട്. ബേസിക്കലി മൗത്ത് ടേപ്പ്. ഓക്കെ, അപ്പം ഞാൻ ഒരുപാട് ഫിറ്റ്നസ് എന്തൂസിയാസ്റ്റുകളുടെ പേജുകൾ കാണുന്നൊരു സംഭവമാണ്. അവരുടെ രാവിലത്തെ റുട്ടീൻ എന്ന് പറഞ്ഞാൽ ഈ മൗത്ത് ടേപ്പ് ഇങ്ങനെ ഊരിക്കളഞ്ഞിട്ടുള്ള കുറേ പരിപാടികളാണ്. അതല്ലാത്തവരും ഇപ്പം ഹെൽത്ത് ഗുരൂസ് എന്ന് പറയുന്ന ആൾക്കാരും അല്ലെങ്കിൽ മെഡിക്കൽ ഡിവൈസസ് എന്നൊക്കെ പറഞ്ഞ് കണ്ടന്റ് ഇറക്കുന്ന ആൾക്കാരൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ മൗത്ത് ടേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ മൗത്ത് ടേപ്പിൻ്റെ ഇൻസ് ആൻഡ് ഔട്ട്സ് കുറിച്ച് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, വെൽക്കം ടു ദിസ് സെഷൻ വിത്ത് ഡോക്ടർ ടെനി ഗോമസ്. ഞാൻ US ഇൻറ്റേർണൽ മെഡിസിൻ കഴിഞ്ഞിട്ട് ക്യാൻസർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലിനിക്കിലും സ്ഥിരമായിട്ട് വരുന്ന ചോദ്യങ്ങളും നമ്മൾ പേഷ്യൻസുമായിട്ട് ഡീൽ ചെയ്യുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ ഈ മൗത്ത് ടേപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കണോ വേണ്ടയോ, അതിനെന്തെങ്കിലും ഗുണങ്ങളുണ്ടോ ദോഷങ്ങളുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ മൗത്ത് ടേപ്പ് യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും പെട്ടെന്ന് ട്രെൻഡാവും. അതായത് കുറേ ഒന്നിയിൽ ഇവർ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ വീഡിയോസ് കാണുന്നു, അല്ലെങ്കിൽ ഇത് ഒരു ലോക്കൽ മെഡിക്കൽ കമ്പനി അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ മെഡിക്കൽ കമ്പനി ഇറക്കുന്നു, അവർ ഹെവിലി മാർക്കറ്റ് ചെയ്യുന്നു. ഇതിനെല്ലാം പുറകിൽ കുറേ സ്റ്റഡീസ് ഉണ്ടെന്നും സയൻറ്റിഫിക് സ്റ്റഡീസ് ഉണ്ടെന്നുള്ളതും, അല്ലെങ്കിൽ ഡോക്ടർമാർ വരെ ചിലപ്പം ഇത് റെക്കമെൻഡ് ചെയ്തേക്കാം. കാരണം പക്ഷേ ഈ ഡോക്ടർമാർ ഒരു മെഡിക്കൽ കാര്യം റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ അതിൻ്റെ എവിഡൻസ് കംപ്ലീറ്റ്ലി ഡിഗ് ചെയ്തിട്ടായിരിക്കത്തില്ല ചിലപ്പോൾ നമ്മളിത് പറയാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് ഈ മൗത്ത് ടേപ്പ് യൂസ് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ അറിഞ്ഞിട്ട് വേണം അത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാർ മൗത്ത് ടേപ്പ് യൂസ് ചെയ്യുന്നത് സ്നോറിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ സ്നോറിങ് അവോയ്ഡ് ചെയ്യാനായിട്ട് മൈൽഡ് സ്നോറിങ് ഉള്ള ആൾക്കാരിൽ ഇതൊരു പരിധി വരെ സ്നോറിങ് കുറയ്ക്കും എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ അതിനൊരുപാട് ഡൗൺ സൈഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് എന്ന് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ ഈ നെഗറ്റീവായിട്ടുള്ള എഫക്ട്സ് ഉണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാനായിട്ട്. അപ്പം ഈ മൗത്ത് ടേപ്പിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള വളരെ കുറച്ച് സ്റ്റഡീസാണുള്ളത്. കൊള്ളാവുന്ന 1-2 പഠനങ്ങൾ ആണ് ഉള്ളത്. പക്ഷെ അത് തന്നെ വളരെ ചെറിയ സ്റ്റഡീസാണ്. മെഡിക്കൽ സയൻസിൽ നമ്മൾ ഏതൊരു കാര്യം നമ്മൾ പബ്ലിക്കിന് റെക്കമെൻഡ് ചെയ്യുന്നതിന് മുന്നും നമ്മൾ വളരെ ശക്തമായിട്ടുള്ള ഒരുപാട് പോപ്പുലേഷൻ ഇൻവോൾവ് ചെയ്ത്, ഒരുപാട് സ്റ്റഡി സബ്ജക്ട്സിനെ ഇൻവോൾവ് ചെയ്തിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് അത് നമ്മൾ റെക്കമെൻഡ് ചെയ്യാൻ സേഫ് ആണോ അല്ലയോ എന്നുള്ളത് സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഈ ഒരു മൗത്ത് ടേപ്പ് പരിപാടിയിൽ ഇതുവരെ വന്നിട്ടില്ല, വരാനുള്ള സാധ്യതയും കുറവാണ്. ഓക്കെ, അപ്പോൾ യൂഷ്വലി ലാർജ് റാൻഡമൈസ്ഡ് കൺട്രോൾഡ് ട്രയൽസ് എന്ന് പറയും. അപ്പം അങ്ങനത്തെ ഒരു സ്റ്റഡി ഈ മൗത്ത് ടേപ്പിന് ഇതുവരെ വന്നിട്ടില്ല. അതിൻ്റെ സേഫ്റ്റീനെ കുറിച്ചോ അതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചോ വന്നിട്ടില്ല, വരാനുള്ള സാധ്യതയും കുറവാണ്. ഓക്കെ, കാരണം അത്രയും പൈസ മുടക്കി ഒരു സ്റ്റഡി ചെയ്തിട്ട് അതിൻ്റെ ഗുണം കിട്ടാനുള്ള സാധ്യത ഒരു മെഡിക്കൽ കമ്പനിക്ക് വളരെ കുറവാണ്. മൈൽഡ് സ്നോറിങ് ഉള്ള ആൾക്കാരിലും നേസൽ ഒബ്സ്ട്രക്ഷൻ, നമ്മുടെ മൂക്കിലൂടെ ശ്വാസം വലിക്കാൻ തടസ്സമൊന്നും ഇല്ലാത്ത ആളുകളിലും വളരെ ചെറിയ തോതിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, സ്നോറിങ്ങിൽ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടു എന്നുള്ളതാണ് അവർക്ക് ആകെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ സ്നോറിങ്, വളരെ ലൗഡായിട്ട് സ്നോർ ചെയ്യുന്നത് നമ്മൾ കാണുന്നത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ OSA എന്ന് പറയുന്ന കണ്ടീഷനിലുള്ള ആൾക്കാരാണ്. അപ്പം ഈ OSA ഉള്ള ആൾക്കാരിൽ ഈ മൗത്ത് ടേപ്പ് ആക്ച്വലി എപ്പോഴും സേഫ് അല്ല. ഓക്കെ, അത് നമുക്ക് അതിലേക്ക് ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ OSA എന്ന് പറയുന്ന കണ്ടീഷൻ്റെ സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് CPAP മെഷീനാണ്. അപ്പം ആ CPAPന് ഒരിക്കലും ഒരു മൗത്ത് ടേപ്പ് പകരമാകുന്നില്ല. ഓക്കെ, അതിനും പഠനങ്ങളുണ്ട്. അപ്പം ഈ മൗത്ത് ടേപ്പ് OSA ഉള്ള ആൾക്കാരിൽ മൗത്ത് ടേപ്പ് അവർ പഠിച്ചു നോക്കിയപ്പോൾ വളരെ വീക്ക് സ്റ്റഡീസാണ്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റും ഈ മൗത്ത് ടേപ്പ് കൊണ്ട് ആ ഒരു പോപ്പുലേഷനിൽ കാണാൻ സാധിച്ചിട്ടില്ല. മറിച്ച് നിങ്ങളുടെ ഏതെങ്കിലും ഒരു മെഡിക്കൽ ഡിവൈസ് കമ്പനി പറയുന്നുണ്ടെങ്കിൽ, അവർ പഠിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ തന്നെ സ്പോൺസർ ചെയ്ത് പഠിച്ച പഠനങ്ങളാണ്. അപ്പം അങ്ങനത്തെ പഠനങ്ങൾ എല്ലാ ഫീൽഡിലും കോമൺ ആണ്. അതായത് ഒരു ഡ്രഗ്, ഇപ്പം ഞാനൊരു മെഡിക്കൽ കമ്പനി ആണെങ്കിൽ ഞാനൊരു ഡ്രഗ് ഇറക്കും, എന്നിട്ട് ആ ഡ്രഗ് ഭീകരമാണ്, കിടിലം ഡ്രഗാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യും എന്ന് ഞാൻ തന്നെ പൈസ കൊടുത്ത് ഒരു സ്റ്റഡി നടത്തും. എന്നിട്ട് ആ സ്റ്റഡി ഞാൻ പ്രസിദ്ധീകരിക്കും. എന്നിട്ട് ആ സ്റ്റഡിയും കൊണ്ട് ഞാൻ ഡോക്ടർമാരുടെ അടുത്ത് പോകും. അപ്പോൾ ആ ഡോക്ടർമാർ നോക്കുമ്പോൾ സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ഓക്കെ, സ്റ്റഡി
അപ്പോൾ ഇങ്ങനെയും നടക്കുന്ന ഒരുപാട് മെഡിക്കൽ സ്റ്റഡീസ് ഉണ്ട്. അപ്പോൾ മെഡിക്കൽ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ എല്ലാ മെഡിക്കൽ സ്റ്റഡീസും നമ്മളെടുത്ത് വിശ്വസിക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ഡോക്ടേഴ്സിലേക്ക് എത്തുന്ന ഇൻഫർമേഷൻ തന്നെ എപ്പോഴും ട്രൂ ഇൻഫർമേഷൻ അല്ല. അപ്പോൾ ഈ പറയുന്ന മൗത്ത്, ഇതിപ്പോൾ ഞാനൊരു നമ്മുടെ ഇലക്ട്രിക്കൽ ടേപ്പ് എടുത്ത് ചെയ്തേക്കുക. ഈ മൗത്ത് ടേപ്പിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞ് അവർ പരത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന് അവർ പറയുന്നത് ഇറ്റ് ഇംപ്രൂവ്സ് ഓക്സിജൻ ലെവൽസ് ഇൻ അഡൾട്ട്സ്. പിന്നെ ഇറ്റ് പ്രൊഡ്യൂസസ് എ ഡീപ്പർ സ്ലീപ്പ്. പിന്നെ അവർ പറയുന്നത് ഇൻക്രീസസ് REM സ്ലീപ്പ്. അപ്പോൾ നമ്മുടെ സ്ലീപ്പിനകത്ത് തന്നെ REM ആൻഡ് NREM സ്ലീപ്പുണ്ട്. അപ്പം REM സ്ലീപ്പിൻ്റെ ഡ്യൂറേഷൻ കൂട്ടും എന്ന് അവർ പറഞ്ഞ് മാർക്കറ്റ് ചെയ്യാറുണ്ട്. അത്ലറ്റിക് പെർഫോമൻസ് കൂട്ടും എന്ന് പറയാറുണ്ട്. പിന്നെ നമ്മുടെ ജോ ലൈൻ, നമ്മുടെ അഡൾട്ട്സിൻ്റെ ഇപ്പം ആൾക്കാരെല്ലാവരും ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ നമ്മൾ യങ്സ്റ്റേഴ്സ് എസ്പെഷ്യലി നോക്കുകയാണെങ്കിൽ അവരിങ്ങനെ മുഖം ഇങ്ങനെ വെക്കുന്നു, അങ്ങനെ വെക്കുന്നു. അവരെല്ലാവരും ഭയങ്കര പ്രോമിനൻറ്റ് ജോ ലൈനിൻ്റെ പുറകിലാണ് നടക്കുന്നത്. എങ്സൈറ്റി കുറയ്ക്കും, ഇമ്മ്യൂൺ സിസ്റ്റം കൂട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിലൂടെ കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സിനെ കോഗ്നിഷൻ നമ്മുടെ തിങ്കിങ് എബിലിറ്റീസ് കൂട്ടും. അങ്ങനെ പല മാർക്കറ്റിംഗ് ഗിമിക്കുകളും ഈ പറയുന്ന മൗത്ത് ടേപ്പിലൂടെ അവർ കൊടുക്കാറുണ്ട്. അതൊന്നും ശരിയല്ല, അതൊക്കെ ഫോൾസാണ്. മൗത്ത് ടേപ്സിൻ്റെ റിസ്കുകളിലേക്ക് പോവാം. അപ്പം സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്ന സംഭവം വളരെ കോമൺ. ഇപ്പോൾ എനിക്ക് സ്ലീപ്പ് ആപ്നിയ ഉണ്ട്. ഞാൻ CPAP മെഷീൻ യൂസ് ചെയ്യുന്ന വ്യക്തിയാണ്. ഇത്രയും മെലിഞ്ഞിരുന്നിട്ട് പോലും എനിക്ക് സ്ലീപ്പ് ആപ്നിയ ഉണ്ട്. അപ്പം നമ്മൾ മെലിഞ്ഞിരിക്കുന്നത് കൊണ്ട് സ്ലീപ്പ് ആപ്നിയ ഇല്ലാതാകുന്നില്ല. അപ്പം ഹെവി ആയിട്ട് സ്നോർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് യുവർ സെൽഫ് ചെക്ക്ഡ് ഔട്ട് വിത്ത് എ സ്ലീപ്പ് സ്പെഷ്യലിസ്റ്റ്. ഓക്കെ, അപ്പോൾ സ്ലീപ്പ് ആപ്നിയ അൺഡയഗ്നോസ് സ്ലീപ്പ് ആപ്നിയ ഉള്ള ആൾക്കാർ അവർ ഈ മൗത്ത് ടേപ്പ് യൂസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഡേഞ്ചറസ്. ഓക്കെ, നമുക്ക് ഉറങ്ങുന്നതിനിടയ്ക്ക് നമ്മുടെ എയർവേസ് ഒബ്സ്ട്രക്റ്റഡ് ആവാനും നമ്മുടെ ബ്രീതിങ് നിലയ്ക്കാനും എല്ലാം അതിന് ഒരു റീസണാണ്. OSA എന്ന് പറയുന്ന ഈ സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്ന ഈ അസുഖത്തെക്കുറിച്ച് പൊതുവേ ആൾക്കാർക്ക് വലിയ അറിവില്ല. അപ്പോൾ അത് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ഡോക്ടറുടെ അടുത്ത് പോകാനോ കറക്റ്റായിട്ടുള്ള പ്രോപ്പർ പ്രൊഫഷണൽ ഹെൽപ്പ് തേടാനോ നമ്മൾ ശ്രമിക്കാറില്ല. 2, OSA ഉണ്ടാവാൻ സാധ്യത. ഇപ്പോൾ സ്നോറിങ് എപ്പോഴും നമ്മൾ ആൾക്കാർക്ക് ഇപ്പോൾ ഒരുമാതിരി ഒരു മോശപ്പെട്ട കാര്യം, ഒരാൾ ഇപ്പം കുറുക്കം വലിക്കുമെന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട കാര്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ അതും പറഞ്ഞുകൊണ്ട് ഒരാൾ എന്തായാലും ഡോക്ടറിൻ്റെ അടുത്ത് പോകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് സ്ലീപ്പ് ആപ്നിയ ഈസ് വെരി കോമൺ. സ്ലീപ്പ് ആപ്നിയ ഉണ്ടെന്നറിഞ്ഞാലും ഇപ്പം CPAP മെഷീൻ വെച്ച് ഉറങ്ങാൻ ഒരുപാട് ആണുങ്ങളും സ്ത്രീകളും മടിക്കും. കാരണം നമ്മുടെ സ്ലീപ്പിനെ അത് ഒരു പരിധി വരെ എഫക്റ്റ് ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങൾ അത് നമ്മൾ യൂസ് ടു ആകുന്നവരെ നമുക്കതൊരു തലവേദനയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഒരുപാട് ആൾക്കാർ സ്ലീപ്പ് ആപ്നിയ വെച്ചുകൊണ്ട് തന്നെ ജീവിക്കും. അത് കാലക്രമേണ ഹാർട്ടിനും ലങ്ങിനും നമുക്ക് തകരാറുണ്ടാക്കും, സീരിയസ് തകരാറുണ്ടാക്കും. ഹാർട്ട് ഫെയിലിയർ, പൾമണറി ഹൈപ്പർ ടെൻഷൻ, അങ്ങനെ വലിയ അസുഖങ്ങളിലേക്ക് നയിക്കാവുന്ന ഒരു കണ്ടീഷനാണ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അൺഡയഗ്നോസ് സ്ലീപ്പ് ആപ്നിയ ഉള്ള ആൾക്കാർക്ക് സ്നോറിങ് കുറയ്ക്കാൻ വേണ്ടി ഈ മൗത്ത് ടേപ്പ് യൂസ് ചെയ്യുന്നത് ഒരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രെൻഡാണ്. അപ്പോൾ അത് ചെയ്യാതിരിക്കുക. പിന്നെ നമുക്ക് ഒരുപാട് ആൾക്കാർക്കും രാത്രി കിടക്കുന്ന സമയത്ത് അല്ലെങ്കിലും നമുക്ക് നേസൽ കൺജഷൻ, മൂക്കടപ്പ്, അലർജികൾ കൊണ്ടോ നേസൽ പോളിപ്പുകൾ കൊണ്ടോ അതല്ലെങ്കിൽ വെറുതെ ഒരു ജലദോഷം കൊണ്ടോ നമുക്ക് മൂക്കടപ്പുണ്ടാവും. മൂക്കടപ്പുള്ള സമയത്ത് മൗത്ത് ടേപ്പ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുകയാണെങ്കിൽ ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള സിനേറിയോസിലേക്ക് അത് കിടക്കാം. ഈവൻ ഇൻക്ലൂഡിങ് റെസ്പിറേറ്ററി ഡിഫിക്കൽട്ടീസ് അറ്റ് നൈറ്റ്. നമുക്ക് മരണം വരെ സംഭവിക്കാം നമ്മളത് ശ്രദ്ധിക്കാതെ ചെയ്യുന്ന കാര്യമാണെങ്കിൽ. അതുപോലെ തന്നെ ക്രോണിക് സൈനസ് ഡിസീസസ്, ഇപ്പോൾ സൈനസൈറ്റിസ്, ക്രോണിക് സൈനസൈറ്റിസ് ഉള്ള ആൾക്കാർക്ക് അറിയാം അവരെന്തോരം അപ്പർ എയർവേസ്, അവരുടെ സൈനസസും നേസൽ കൺജഷനും ഒക്കെ വർഷങ്ങളോളം ജീവിതകാലം മുഴുവനും ഡീൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കും ഈ മൗത്ത് ടേപ്പ് നല്ലതല്ല, സേഫ് അല്ല. അതുപോലെ ആസ്മ അല്ലെങ്കിൽ എന്തെങ്കിലും റെസ്പിറേറ്ററി ഡിസീസ് ഉള്ള ആൾക്കാർക്ക് മൗത്ത് ടേപ്പ് ഇസ് നോട്ട് സേഫ്. ഇനി അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നാട്ടിൽ ജലദോഷം എന്ന് നമ്മൾ പറയുന്ന സാധനം ഒന്നിൽ അലർജിക്ക് ആയിരിക്കും, അതല്ലെങ്കിൽ ഇൻഫെക്ഷസ് ആയിരിക്കും. രണ്ടാണെങ്കിലും അതേ സമയത്ത് നമുക്ക് മൗത്ത് ടേപ്പ് യൂസ് ചെയ്യുന്നത് സേഫ് അല്ല. പിന്നെ അതുപോലെ തന്നെ ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, ക്ലോസ്ട്രോഫോബിയ, അങ്ങനെ ഈ പാനിക് അറ്റാക്സ്, അങ്ങനെയുള്ള ആൾക്കാർക്കും ഈ മൗത്ത് ടേപ്പ് സേഫ് അല്ല. കാരണം ഇറ്റ് ഇൻക്രീസസ് ദ റിസ്ക് ഫോർ യു ടു ഗോ ഇൻ ടു പാനിക് അറ്റാക്ക്. പിന്നെ ഇതൊന്നും അറിയാതെ ഇതൊന്നും ചിന്തിക്കാതെ മൗത്ത് ടേപ്പ് ഒരു ട്രെൻഡാണെന്ന് വെച്ച് ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ സ്ലീപ്പ് ക്വാളിറ്റി കാലക്രമേണ കുറയുകയും ആ സ്ലീപ്പ് ക്വാളിറ്റി കുറയുന്ന കാരണം തന്നെ അവർക്ക് ഹൈപ്പർ ടെൻഷൻ, മൈഗ്രെയിൻസ്, ഹെഡേക്സ്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസും സ്ലീപ്പ് ക്വാളിറ്റി കുറയുന്നത് കൊണ്ട് നമുക്കുണ്ടാകും. പക്ഷെ അത് അവർ അറിയത്തില്ല, അവർ ചിന്തിക്കത്തില്ല ഇത് മൗത്ത് ടേപ്പിൻ്റെ പ്രശ്നമാണെന്നുള്ളത് ചിന്തിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ട്രെൻഡാണ് എന്ന് വിചാരിച്ച് ആരും ഈ മൗത്ത് ടേപ്പ് എടുത്ത് ഒട്ടിച്ച് വെക്കരുത്. മൗത്ത് ടേപ്പ് ഇടുന്നതുകൊണ്ട് യാതൊരു ഗുണവും മെഡിക്കലി പ്രൂവ് ചെയ്തിട്ടില്ല, ഇനി അങ്ങോട്ട് പ്രൂവ് ചെയ്യാൻ സാധ്യതയുമില്ല. അപ്പോൾ അതുകൊണ്ട് ബി കെയർഫുൾ.
നിങ്ങൾ ട്രെൻഡായിട്ടുള്ള സാധനങ്ങൾ എടുത്ത് ഇടുന്നതിന് മുന്നേ അത് ഒരു ഡോക്ടറുമായിട്ട് ക്ലിയർലി ഡിസ്കസ് ചെയ്തിട്ട് സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, താങ്ക് യു. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ ലിസ്ണിംഗ്. ഇത് ഈ മൗത്ത് ടേപ്പ് ഉപയോഗിക്കുന്ന നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളാണെങ്കിൽ പോലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പേ അറ്റൻഷൻ ടു ദീസ് തിങ്സ്. ഇതൊന്ന് ശ്രദ്ധിക്കുക. പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ എടുത്തിട്ട് ചെയ്യണോ വേണ്ടിയോ എന്നുള്ള ഡോക്ടറോട് കൺസൾട്ട് ചെയ്തിട്ട് സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം അത് ചെയ്യാൻ. സോ ഡോക്ടർ ടെനി ഗോമസ് ഹിയർ, സൈനിങ് ഓഫ്, ആൻഡ് ഐൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.